ഇപ്പം 4-5 ദിവസമായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 3 മണി കഴിയുമ്പോഴത്തേക്കും ആകാശം നന്നായിട്ട് ഇരുണ്ട് കയറി കിടക്കുകയാണ്. പക്ഷെ മഴയൊട്ട് പെയ്യുന്നുമില്ല. തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്ത് നന്നായിട്ട് മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊരു മഴ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അത്ര വെയിലില്ലാത്ത സമയമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തിറങ്ങിയതാണ്. രണ്ടുപേരും കൂടി ബോൾ കളിക്കുകയാണ്. വീട്ടിനകത്ത് ഇരുന്നിട്ടേ നമ്മളിപ്പോൾ പുറത്തിറങ്ങാം, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി അടച്ചുപൂട്ടി വീട്ടിനകത്തല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ടി വി കണ്ട് ഏത് നേരം അതിൻ്റെ മുൻപിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് സൈവെ വിളിച്ചുകൊണ്ട് വന്നതാണ്. കണ്ണൻ കുഴപ്പമില്ല, അവനെ ഒന്ന് ഡോറ് തുറന്ന് വിട്ടുകൊടുത്താൽ മതി, അവൻ പുറത്തോട്ട് ഓടിക്കളിക്കാൻ പരുവത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ രണ്ടാളും കൂടി വന്നിട്ട് കളിക്കാൻ നിൽക്കുകയാണ്. കണ്ണനാണെങ്കിൽ ബോൾ ആർക്കും കൊടുക്കില്ല, സൈവ പിടിച്ചെടുക്കുമെന്ന് വെച്ചിട്ടാണ് അവൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് നിൽക്കുന്നത്. അങ്ങനെ അപ്പോൾ മണ്ണിലും പൊടിയിലൊക്കെ കളിക്കുന്നത്. ഞാൻ പറഞ്ഞു ചെരുപ്പെടുത്തിടൂന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ കണ്ണന് ചെരുപ്പിട്ടിട്ട് ഓടുമ്പോഴത്തേക്കും തട്ടി വീഴാൻ സാധ്യതയാണ്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മൾ ഈ മണ്ണിലും ചെളിയിലൊക്കെ കളിച്ച് വളർന്നവരല്ലേ, അപ്പോൾ ഒന്ന് കുളിച്ചാൽ തീരുന്ന അഴുക്കല്ലേ അതിലുള്ളൂ, നമുക്കത് കുളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് കേട്ടോ ആകാശമൊക്കെ കിടക്കുന്നത്, നന്നായിട്ട് ഇരുണ്ടിട്ട് പക്ഷികളൊക്കെ കൂട്ടത്തോടെ പറന്നു പോവുകയാണ്. ഇനി സന്ധ്യയായി എന്നൊക്കെ വിചാരിച്ചിട്ടാണോ എന്തോ ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ണനെ. ആദ്യം കണ്ണനെയാണ് കുളിപ്പിച്ചത്. അവന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഉറക്കം വരുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് കളിച്ചില്ലേ, ഉച്ചയ്ക്ക് ഉറങ്ങിയതുമില്ല. ആ സമയത്തൊക്കെ ഭയങ്കര കളിയായിരുന്നല്ലോ, അതുകൊണ്ട് ആൾ പെട്ടെന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കുളിപ്പിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടും കളിയാണ്. ഈ തോക്ക് വെച്ച് ടോട്ടോ എന്ന് കാണിക്കുന്നതാണ്. അതിൽ നമ്മളിങ്ങനെ വെടി കൊണ്ടതുപോലെ വന്ന് വീണ് കാണിക്കണം. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ തിരിച്ച് അവനെ വെടി വയ്ക്കണം. അപ്പോൾ അവ ഇതുപോലെ വന്ന് വീഴും. അങ്ങനത്തെ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതോ സിനിമയിലോ ടി വിയിലോ എന്തോ കണ്ടതാണ്. അവൻ്റെ കയ്യിലൊരു കുട്ടി തോക്കുമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സൈവയും കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും കണ്ണപ്പായി ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൈവ ഉറക്കം തുടങ്ങിയിട്ടുണ്ട്. സൈവ അവൻ്റെ ചെവിയിൽ പിടിച്ച് നുള്ളയാണേ ഉണരാൻ വേണ്ടിയിട്ട്. പക്ഷെ പാവം നല്ല ഉറക്കമായി പോയി കേട്ടോ, നല്ല ക്ഷീണിച്ചുപോയി, അത്രയ്ക്കും കളിച്ചിട്ടുണ്ടെന്ന് ഓടി. അവൻ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സൈവയും കൂടി അടുക്കളയിലോട്ട് വന്നേ. ഞങ്ങൾ ഇന്നൊരു തട്ടിക്കൂട്ട് വാഴയ്ക്കാപ്പം ഉണ്ടാക്കുകയാണേ, പഴംപൊരി. അതിനാണ് കേട്ടോ ഇവിടെ വാഴയ്ക്കാപ്പം എന്ന് പറയുന്നത്. തട്ടിക്കൂട്ടെന്ന് പറയാൻ കാരണം മൈദാമാവല്ല, ഗോതമ്പ് മാവാണ് കേട്ടോ. മൈദാമാവ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അല്ലെങ്കിലും ഗോതമ്പ് മാവിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. 2 പഴം ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ മാവ് ഞാൻ പ്രത്യേകം കലക്കിയതാണ്, കാരണം മറ്റേ മാവിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇവിടെ ചേട്ടൻ 1 മാസമായിട്ട് ഷുഗർ കട്ടാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ആൾക്ക് പറ്റിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ, എന്നാലും ഒരാളുടെ എഫേർട്ടല്ലേ, നമ്മൾ എന്തിനാണ് അതിനെ പറ്റിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാവ് പ്രത്യേകം ആക്കി വെച്ചതാണ്. അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുത്തു, കട്ടനും ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം കാണാനൊരു ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിക്കാനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഇങ്ങനെയൊക്കെ ചെറിയ സ്നാക്സൊക്കെ ആയിട്ട്. സൈവയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.